ഹലോ കൂട്ടുകാരെ, ഇത് നമ്മളൊരു മയോണൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. നമ്മളല്ല, ഞാൻ. ഓക്കെ, അതിൻ്റെ റെസിപ്പി ഞാൻ പറയാം. അതിനു മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യാൻ നോക്കുക. പിന്നെ എന്താ പറയുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യാതെ കാണല്ലേ, ലൈക്ക് ചെയ്തിട്ട് കാണണേ. ഓക്കെ കൂട്ടുകാരെ, അപ്പം മയോണൈസിന് ആവശ്യമായിട്ട് നമ്മളായിട്ട് 2 ഉരുളക്കിഴങ്ങ്, 1 ക്യാരറ്റ്, 2 മുട്ട എടുത്തിട്ടുണ്ട്. അത് നമ്മൾ സെപ്പറേറ്റ് വേവിച്ച് വെറുതെ എന്തിനാ ഗ്യാസ് കളയുന്നത്, അതുകൊണ്ട് എല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ടാണ് നമ്മൾ വേവിക്കുന്നത്. കണ്ടോ, ഇത് നന്നായിട്ട് വെന്ത് നല്ല പാകമായിട്ട് വരണം. അപ്പോഴത്തേക്ക് നമ്മളൊന്ന് കത്തി വെച്ചിട്ടോ വേറെ എന്തെങ്കിലും വെച്ചിട്ടോ അങ്ങനെ കുത്തി നോക്കുമ്പോഴേക്കും അറിയാൻ പറ്റുള്ളൂ വെന്തോ ഇല്ലയോ എന്നുള്ളത്. അപ്പോഴത്തേക്ക് ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് പുളിപ്പിന് വേണ്ടിയിട്ട് കുറച്ച് ഒലിവാണ് എടുത്തേക്കുന്നത്. അത് ഒരു നിർബന്ധവുമില്ല. നമുക്ക് മാങ്ങ ഉണ്ടല്ലോ, ഉപ്പിലിട്ട മാങ്ങ, ഉപ്പിലിട്ട നെല്ലിക്ക, നമ്മളുടെ ഇഷ്ടം ഏതാണോ അങ്ങനെ ഉപ്പിലിട്ട് എന്തെങ്കിലും ഇതിലോട്ടിടണം. അത് നമ്മൾ ഒരു ടേസ്റ്റ് കൂട്ടാനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ വേവിച്ചെടുത്ത ഐറ്റംസ് എല്ലാം തന്നെ തൊലി കളഞ്ഞെടുക്കണം. വെന്തതിന് ശേഷം അതിൻ്റെ ഫുള്ള് തൊലിയെല്ലാം കളഞ്ഞ് എല്ലാം കൂടെ ഞാനൊരു പ്ലേറ്റിലാക്കി വെച്ചിട്ടുണ്ട്. ഇതിനിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുഞ്ഞു പീസായിട്ട് അരിഞ്ഞെടുക്കണം. ഓക്കെ കൂട്ടുകാരെ, അതിനിപ്പോൾ ഞാനത് അരിഞ്ഞിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഈ ഒരു ലെവലിലാണ് ഞാൻ അരിഞ്ഞെടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ കുഞ്ഞായിട്ട് അരിയാം, അല്ലെങ്കിൽ കുറച്ചുകൂടെ വലുതായിട്ട് അരിയാം. ഓക്കെ, ഞാനിത് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഫുള്ള്. ഇപ്പം നമ്മളിതെല്ലാം കൂടെ ഒരുമിച്ചൊരു പാത്രത്തിലാക്കിയിട്ട് മിക്സാക്കും. എന്നിട്ട് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന മയോണൈസില്ലേ, ഈ മയോണൈസ് വന്നിട്ട് അതിലേക്കൊരു 3 സ്പൂൺ, ഇപ്പം ഞാൻ എടുത്ത് വച്ചിരിക്കുന്ന ആ ഒരു ഇൻഗ്രീഡിയൻസിന് 3 സ്പൂൺ മയോണൈസ് ഞാൻ ചേർക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് ഞാനത് നന്നായിട്ട് മിക്സാക്കും. ഇത് നമുക്ക് ബ്രെഡിൻ്റെ കൂടെ ചപ്പാത്തി റോളാക്കിയിട്ട് സ്കൂളിലൊക്കെ മക്കൾക്ക് കൊടുത്തുവിടാം. നഴ്സറിയിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കായാലും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. ഇത് കണ്ടാൽ തന്നെ നമുക്ക് അറിയാമല്ലോ എന്തുമാത്രം ടേസ്റ്റ് ആയിരിക്കും എന്നുള്ളത്. ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നില്ലെങ്കിൽ കഴിച്ചു നോക്കിയപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണ്. ഇപ്പോൾ ഇങ്ങനെ നമ്മളത് നന്നായിട്ട് മിക്സാക്കി എടുക്കുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമ്മളതൊരു പാത്രത്തിലേക്ക് മാറ്റണം. ഓക്കെ കൂട്ടുകാരെ, എല്ലാവരും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു വെരി മച്ച്. ബൈ ബൈ.